ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഇതേ ഫ്ലേവറിലൊരു ഐസ്ക്രീം ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതും നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. ഇതെങ്ങനെ ചെയ്യണേ നോക്കണ്ടേ? വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ഇതേ നമുക്ക് മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് 3 തവണ ഇത് അരിച്ചെടുക്കണം. എന്നാലും നല്ലോണം പൗഡേഴ്സ് എല്ലാം കൂടി നല്ലോണം മിക്സ് ആകുകയുള്ളൂ. ഒരു 1/2 കപ്പ് ഷുഗർ എടുക്കുക. അതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 3 മുട്ട പൊടിച്ചൊഴിക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബൗളിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിലാണ് ചെയ്യുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ച ഷുഗർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത്. അതെല്ലാം നല്ലവണ്ണം ഒന്ന് അടിക്കാം. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുത്തി ഇളക്കരുത്. പയ്യെ പയ്യെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കിയാൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് താന്നു പോകും. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കളറ്, ഇത് ലെമൺ യെല്ലോ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സർ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ ചേർത്ത് അലിയിച്ചെടുത്തതാണ്. നമ്മൾ ആ കേക്ക് ട്രേ ഒന്ന് ഓയിൽ ചെയ്ത് വെക്കാം. ചെറിയ കേക്ക് ട്രേ ആണ് കേട്ടോ, ചെറിയൊരു കേക്കിൻ്റെ കേക്ക് ട്രേ ആണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇനി ആ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടാപ്പ് ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം കേട്ടോ. ഇതൊരു ഓവൻ സെറ്റപ്പാണ്. ഇപ്പോൾ ഞാനിത് പ്രീഹീറ്റ് ഒരു 15 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു കടായിയാണ്. ഇതിലേക്ക് ആ റിങ് ഒന്ന് ഇറക്കി കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ കേക്ക് ട്രേ വെക്കുക. പക്ഷേ കേക്ക് ട്രേ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം കൊണ്ട് വെച്ചിട്ടാണ് കേക്ക് ട്രേ വെച്ചേട്ടാ. അല്ലെങ്കിൽ അത് ഇരിക്കില്ല. വലിയ കേക്ക് ട്രേ ആണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും. ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ പാത്രം കൊണ്ട് വെച്ച് കൊടുക്കും. 1 കപ്പ് വെള്ളം, അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഇത്രേ ഉള്ളൂ. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ പ്രൊലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷുഗറാണ്. അതൊരു 1/2 കപ്പ് ഷുഗർ ഇതേപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒരു 50 ഗ്രാം കശുവണ്ടി, വറുത്ത കശുവണ്ടിയാണ്, അതും ചേർത്ത് കൊടുക്കുക. നമുക്ക് വറുത്ത കശുവണ്ടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനങ്ങ് അതേപോലെ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അതായത് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്, കണ്ടോ. ആ പൊങ്ങിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ പഴയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ, ഇതേപോലെ പഴയൊരു പാത്രം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് റിവോൾവിങ് ടേബിൾ ഉണ്ടാക്കാം. ജസ്റ്റ് ഒരു ചപ്പാത്തി പലകയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ഇതേപോലെ ഇങ്ങനെ
കറങ്ങിക്കോളത്. അപ്പോൾ അതിനെ പൊക്കത്ത് വെച്ച് നമുക്ക് കേക്ക് ശരിയാക്കിയെടുക്കാം. ഇത് നമ്മൾ കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഷുഗർ സിറപ്പ് കൊണ്ട് ആ കേക്ക് നനച്ച് കൊടുക്കുകയാണ്. നല്ലോണം നനച്ച് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആ ജ്യൂസിനെസ് കിട്ടത്തുള്ളൂ കേക്കിന്. നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ജാറ് 2 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ച ജാറായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കുറച്ചും കൂടി ആകാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ലെയർ വെച്ചു. ആവശ്യത്തിലധികം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഇട്ട് കൊടുക്കുക, എന്നാലും ആ ഒരു ടേസ്റ്റ് കേക്കിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രൊലാനൊക്കെ ഞാൻ ഇങ്ങനെ സൈഡിൽ വാരിപ്പൊത്തി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുക. കേക്ക് സ്പോഞ്ച് സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രൊലാൻ ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഒരു 1/2 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ചൂടോടെ, അതായത് ഇളം ചൂടോടെ, നല്ല ചൂടോടെ അല്ല, നല്ല ഇളം ചൂടോടെ നമുക്ക് ഈ കേക്കിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പ് കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെങ്ങനെയായി, ശരിയായോ അല്ല കുളമായോ എന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു ഓൾ.